ഹലോ മച്ചമാരെ, എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. ബപ്പ മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മൂന്നാം ദിനം കടന്ന് ഇനി ഞായറാഴ്ച തീ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വേളയിലേക്ക് എത്തുന്നു. മൂന്നാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇന്ന് ഇതുവരെ, അതായത് ഈ ഒരു ശനിയാഴ്ച തീ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് തന്നെ പറയാം. 1,90,000 മുകളിലുള്ള ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമ കാണാൻ തിയേറ്ററിൽ കയറി എന്നുള്ളതാണ് 11 മണി വരെയുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഇന്ന് 41%, ഇന്നലത്തേന് സമാനം. ഇന്നലെ 44 ആണെങ്കിൽ ഇന്ന് 41%, ചെറിയ ഒരു ഇടിവ് തന്നെ. 1669ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 2,99,93,000 രൂപ, അതായത് 3 കോടി രൂപയാണ് സിനിമയുടെ ഇന്നത്തെ ട്രാക്ക്ഡ് കളക്ഷൻ തന്നെ വന്നിരിക്കുന്നത്. 3,20,00,000 രൂപയോളം ഇന്ന് കളക്ഷൻ ഏറ്റവും കുറഞ്ഞത് വരുമെന്നുള്ള കാര്യം ഉറപ്പാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകൾ ഏറെയുമാണ്. ഒരുപക്ഷെ ആദ്യ ഒരു ഘട്ടത്തിൽ ഈ ഒരു സിനിമ ഇന്ന് വലിയ ഇടിവാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് വലിയ രീതിയിലുള്ള ഒരു മികവ് ഈ ഒരു ശനിയാഴ്ച സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞുവെന്ന് തന്നെ പറയാം. എന്തായാലും മിക്സഡ് റിവ്യൂസാണ് ഇപ്പോൾ കൂടുതലും സിനിമയ്ക്ക് വരുന്നത്. കനത്ത ഡീഗ്രേഡിങ് സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ശക്തമായി സിനിമയ്ക്ക് അത് ബാധിച്ചിട്ടുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, കേരള ബോക്സ് ഓഫീസിൽ ഈ സിനിമ വമ്പൻ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനം 7,20,00,000 രൂപ നേടിയ ചിത്രം രണ്ടാം ദിനം 3.5 കോടി നേടുകയും ഇന്ന് 3,20,25,00,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അതായത് 3 ദിവസം കൊണ്ട് ഏകദേശം 14 കോടിക്കടുത്തേക്ക് കേരള ബോക്സ് ഓഫീസിലേക്ക് എത്തുകയാണ്. വേൾഡ് വൈഡായിട്ട് 3 ദിവസം കൊണ്ട് സിനിമ 30 തൊട്ട് 35 കോടിക്കിടയിലായിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ വന്നത് 24 കോടി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഒഫീഷ്യൽ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു സിനിമ ആളിക്കത്തുകയാണ്. ഇനി വരുന്ന ഹോളിഡേയ്സ് ഈ സിനിമയെ വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയും, ഇതൊരു സൂപ്പർ ഹിറ്റ് അടിക്കും എന്നുള്ളത്. കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾക്കും, നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ജെനുവിൻ റിവ്യൂ ഇടാം. അതുകൂടാതെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഫുൾ ഭ്രാന്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പോസ്റ്ററുകളെല്ലാം വരുന്നത്. ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം ആളിപ്പടരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും റെഡ് അലേർട്ട് തന്നെയാണ് ഈവനിങ് നൈറ്റ് ഷോസിനൊക്കെ.